ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന ടോപ്പിക്കിനെ കുറിച്ച് EFTയെ കുറിച്ചാണെന്ന് സംസാരിക്കുന്നത് ശ്രീകുമാർ സാറാണ്. സാർ കേരളത്തിലെ EFT പ്രാക്ടീഷണറും ട്രെയിനറും കൂടിയാണ്. കുറച്ച് കാര്യങ്ങൾ സാറിനോട് ചോദിക്കും. നമസ്കാരം സാർ. നമസ്കാരം. കുറച്ചു പേർക്കെങ്കിലും അറിയാത്ത കാര്യമായിരിക്കും EFT എന്നുള്ളത്. അപ്പൊ എന്താണ് EFT? EFT എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, അതാണ് EFT രൂപകൽപ്പന ചെയ്തത് അമേരിക്കയിലെ ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സർ റോജർ കലഹൻ രൂപകൽപ്പന ചെയ്ത TFT തോട്ട് ഫീൽഡ് തെറാപ്പിയുടെ ഒരു വികസിത രൂപമാണ് EFT എന്നത്. ഇത് ഇന്ന് ലോകത്ത് വളരെ വേഗം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ആധുനിക മനഃശാസ്ത്ര ടെക്നിക്കാണ്. ഇപ്പൊ ഒരുപാട് പേര് EFT പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. EFT പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? EFT പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ സ്ട്രെസ്, ആങ്സൈറ്റി എന്നിവയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. ഇത് നമുക്ക് മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തെ പ്രദാനം ചെയ്യും. നമുക്ക് മിക്കവർക്കും ഇമോഷണൽ ട്രോമ കുട്ടിക്കാലത്തോ അതിന് ശേഷമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇതിന്റെ മാനസിക ആഘാതങ്ങളിൽ നിന്ന് മോചിതരാകാൻ നമുക്ക് ഈ പ്രാക്ടീസിലൂടെ കഴിയുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദിവസവും നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ വലിയ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. ഈ മാനസിക ആഘാതങ്ങളിൽ നിന്നും, ഇത്തരം മോശം അനുഭവങ്ങളുടെ മാനസിക ആഘാതങ്ങളിൽ നിന്നും മോചിതരാകാൻ EFT പ്രാക്ടീസിലൂടെ കഴിയുന്നു. ഇന്നിപ്പോ നിരവധിയായിട്ട് കാണുന്ന പ്രോബ്ലമാണ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് പരിഹരിക്കുവാൻ EFTയിലൂടെ സാധിക്കുന്നു. ധനപരമായ ബ്ലോക്കുകൾ മാറി നമുക്ക് സാമ്പത്തിക ഭദ്രത കൈവരാൻ EFT നമ്മെ സഹായിക്കുന്നു. EFTയിൽ നമുക്ക് ഹീൽ ചെയ്യാം, സെൽഫ് ഹീലിംഗ് സാധ്യമാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്നയാളെ, താങ്കളെ ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ദൂരത്തിരിക്കുന്ന ഡിസ്റ്റന്റ് ഹീലിംഗ് സാധ്യമാണ്. മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഇരിക്കുന്ന ആളിനെ വരെ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് EFT എന്ന എനർജി സൈക്കോളജിയിലൂടെ ഹീൽ ചെയ്യാൻ സാധിക്കും. EFTക്ക് എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? അതെ, EFTയുടെ ശാസ്ത്രീയതയെ പറ്റി ഇപ്പൊ നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലച്ചോറിൽ ഒരു അവയവമുണ്ട്, അതിന്റെ പേര് അമിഗ്ഡല എന്നാണ്. താങ്കൾക്ക് അറിയാമായിരിക്കും. അമിഗ്ഡല ചെറിയൊരു അവയവമാണ്, പക്ഷേ നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് മെക്കാനിസത്തെ സ്വാധീനിക്കുന്നത് ഈ അവയവമാണ്. അതായത് നമുക്കൊരു ഇമോഷണൽ ട്രോമ അല്ലെങ്കിൽ നമ്മൾ അപകടം ഉണ്ടാവുന്ന സമയത്ത്, അപകടത്തിലാവുമ്പോൾ ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് മെക്കാനിസം പ്രവർത്തിക്കുന്നു. അമിഗ്ഡല അപ്പോൾ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ നമുക്ക് ദോഷകരമായ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ എപ്പോഴും അത് ദോഷകരമല്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അതവിടെ ഉള്ളത്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് ദോഷകരം ആവാറുണ്ട്. അത് ഞാൻ പറയാം എങ്ങനെയാണ്. അതായത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ അമിഗ്ഡല ആക്റ്റീവായിട്ട് അത് പ്രതികരിക്കും. ആ പ്രതികരണത്തിന്റെ ശേഷിപ്പുകൾ നമ്മുടെ തലച്ചോറിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് തലച്ചോറിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടും. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ നിത്യജീവിതത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ, അതായത് ആ കഴിഞ്ഞു പോയ ട്രോമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് ട്രിഗർ ആവുകയും കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമുക്കത് ദോഷകരമായി തീരുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, നെഗറ്റീവ് പാറ്റേൺസ് വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഡോക്ടർ ഫീൻസ്റ്റീൻ PhD എന്ന ഒരു ഡോക്ടർ നമ്മുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ 10 വർഷത്തോളം EFTയെ പറ്റി റിസർച്ച് നടത്തുകയുണ്ടായി. അദ്ദേഹം കണ്ടെത്തിയത് എന്താന്ന് വെച്ചാൽ, നമ്മൾ അപകടത്തിൽ ആയിരുന്നപ്പോൾ ഉള്ള ഓർമ്മകൾ നമ്മെ വേട്ടയാടുമ്പോൾ ഉണ്ടാവുന്ന ദോഷകരമായ പ്രതികരണങ്ങൾ EFT ചെയ്യുന്നതിലൂടെ ഇല്ലാതാവുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് EFT ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അകക്കണ്ണിൽ കണ്ടുകൊണ്ടാണ് EFT ചെയ്യുന്നത്, ടാപ്പിംഗ് ചെയ്യുന്നു. ഈ ടാപ്പിംഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അമിഗ്ഡല, അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ ഈ ടാപ്പിംഗ് ചെയ്യുന്നതിലൂടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് മെക്കാനിസത്തെ ഈ ടാപ്പിംഗ് സ്വാധീനിക്കുകയും ഈ ദോഷകരമായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മകൾ നമുക്ക് ദോഷകരമല്ല എന്ന് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. നമുക്ക് ഗുണകരമായ ഒരു പരിവർത്തനം ഉണ്ടാകുന്നു. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയെയും ഗുണകരമായി മറികടക്കാൻ സാധിക്കും. EFTയുടെ
ഭാഷയിൽ പറഞ്ഞാൽ ദോഷകരമായ വൈകാരിക തീവ്രത ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. സാർ EFT പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണല്ലോ. ആ. അപ്പം എന്തെങ്കിലും ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ധാരാളം അനുഭവങ്ങളുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. ഒന്ന് മാനസിക തലത്തിൽ എന്നെ സ്വാധീനിച്ചതും മറ്റൊന്ന് ശാരീരിക തലത്തിൽ എന്നെ സ്വാധീനിച്ചതുമായ ഒരു അനുഭവം. 2 അനുഭവങ്ങൾ. ഈ മാനസിക തലത്തിൽ എന്നെ സ്വാധീനിച്ച അനുഭവം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അരക്ഷിതത്വ ബോധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെ തുടർന്ന് നിരവധി മൊഡാലിറ്റീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. NLP, ഹിപ്നോസിസ്, പ്രാണിക് ഹീലിംഗ്, റേക്കി, ഇങ്ങനെ നിരവധി ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ്. പക്ഷെ ഇവയൊന്നും ഞാൻ നിരന്തരം ചെയ്തിരുന്നില്ല. പക്ഷേ ഈ EFT ഞാൻ നിരന്തരം ഈ ഒരു പ്രശ്നം മാറുന്നതിനായിട്ട്, ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ചെയ്യുന്നതിനായിട്ട് നിരന്തരം ചെയ്യുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് ഈ അവസ്ഥയിൽ നിന്നും മറികടന്ന് വളരെ സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയുന്നു. അത് ഒരു മാനസികമായ ഹീലിംഗ് ആണ്. എനിക്കുണ്ടായ മാനസികമായ ഹീലിംഗ് ആണ് EFT മൂലം ഉണ്ടായത്. ഇനി അടുത്ത് ഞാൻ ശാരീരികപരമായി ഉണ്ടായ ഒരു സൗഖ്യത്തെ കുറിച്ച് പറയാം. അത് ഞാൻ EFT പഠിക്കുന്നത് 2019 19 പഠിച്ച സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ബ്ലഡ് പ്രഷർ കൂടിയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ സ്ഥിരമായിട്ട് EFT ചെയ്തിരുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് EFT നിരന്തരം ചെയ്ത് ഈ ഒരു പ്രശ്നത്തെ മറികടന്നു കൂടാന്ന് ഞാൻ ചിന്തിച്ചു. അതിന്റെ ഫലമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഉറക്കം ഉണർന്ന് 5:30 ഞാൻ ഒരു 3-4 ദിവസം തുടർച്ചയായിട്ട് ഒരു 10-20 റൗണ്ട് EFT ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഞാൻ പരിശോധിച്ചപ്പോൾ BP മരുന്ന് കഴിക്കാതെ തന്നെ തികച്ചും നോർമലായി മാറി. അതായത് 120 വന്നു. ഞാനീ പറഞ്ഞത് എന്താന്ന് വെച്ചാല് EFT ചെയ്താൽ മരുന്നിന് പകരം അത് പ്രവർത്തിക്കുമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിട്ട് ഇത് വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ 2 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മാനസിക വശവും മറ്റൊന്ന് ശാരീരിക സൗഖ്യവുമാണ് ഞാൻ പറഞ്ഞത്. ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും. EFT ബ്രെയിനിനെ എങ്ങനെയാണ് സ്വാധീനിക്കുക? EFT ബ്രെയിനിനെ വളരെ ഗുണകരമായി സ്വാധീനിക്കുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡോക്ടറെ പറയുകയുണ്ടായി. ഡോക്ടർ ഫെയിൻസ്റ്റീൻ PhD. അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിരന്തരം ഇതിന്റെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ EFT ടാപ്പിങ്ങിന് ശേഷം ഓരോ വ്യക്തികളിലും ചെറിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ബ്രെയിനിൽ ഗുണകരമായ ചേഞ്ചസ് വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ മൊഡാലിറ്റികൾ ഉപയോഗിക്കുമ്പോൾ, ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ് ഉപയോഗിക്കുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് മെക്കാനിസത്തിനെ സ്വാധീനിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റേഷണൽ ലാംഗ്വേജ് സെന്റേഴ്സിന് ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് മെക്കാനിസമായിട്ട് നേരിട്ടുള്ള ബന്ധമില്ല. എന്നാൽ EFT അഫർമേഷൻ പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് മെക്കാനിസത്തെ നേരിട്ട് സ്വാധീനിക്കുകയും നമുക്ക് ഗുണകരമായ മാറ്റങ്ങൾ വരികയും ചെയ്യും. ബ്രെയിനിൽ തീർച്ചയായിട്ടും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് EFT ചെയ്യുമ്പോൾ. EFT ട്രെയിനറായിരുന്ന സമയത്ത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും, ആ ഒരു അനുഭവത്തെ കുറിച്ച്? ഞാൻ EFT ചെയ്തു തുടങ്ങിയിട്ട് 6 വർഷമാകുന്നു. EFT ഉൾപ്പെടെയുള്ള ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഹീലിംഗ് വിത്ത് ശ്രീ എന്നാണ് എൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പല ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിന്റെ തെറാപ്പീസും പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ആക്സസ് ബാർ കോൺഷ്യസ്നസ്. ആക്സസ് ബാർ കോൺഷ്യസ്നസ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിലൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ ഒരു ചെറിയൊരു ടൂർ പോവുകയുണ്ടായി, ചെറിയൊരു യാത്ര. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ എറണാകുളത്തുള്ള ഒരു മേഡത്തിനെ പരിചയപ്പെട്ടു. മേഡം എന്നെ വന്ന് പരിചയപ്പെട്ടിട്ട് ചോദിച്ചു, താങ്കൾ ശ്രീകുമാർ അല്ലേ, യൂട്യൂബ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ശ്രീകുമാറാണ്, ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. താങ്കളുടെ EFT വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താണ്? അപ്പോൾ അവർ പറയുകയുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവര് ഒരു വലിയൊരു തുക മറ്റൊരാളിന് കടം നൽകിയിരുന്നു. പക്ഷെ എത്ര ചോദിച്ചിട്ടും ഈ തുക തിരികെ കിട്ടുന്നില്ല. അവർ ഈ വീഡിയോ കണ്ടിട്ട് EFT നിരന്തരം ചെയ്യാൻ തുടങ്ങി. അതിശയം എന്നോണം ഒരു 20 ദിവസം 30 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നും ചോദിക്കാതെ തന്നെ ഈ കടം വാങ്ങിയയാൾ തിരികെ കൊടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ധനസംബന്ധമായ ബുദ്ധിമുട്ട് മാറുന്നതിനുള്ള വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ
EFT ഇവർ മനസ്സിലാക്കിയിട്ട് അവർ ഇതിനു വേണ്ടി ചെയ്തതാണ്, അത് വർക്ക് ചെയ്തു. ഇങ്ങനെ നിരവധി അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഓർമ്മയിൽ വന്ന ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ മാനസികമായ ഒരു സൗഖ്യം കിട്ടിയ കാര്യം പറഞ്ഞിരുന്നു, അതുപോലെ ശാരീരികമായ സൗഖ്യം കിട്ടിയ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പൊ പറഞ്ഞത് സാമ്പത്തിക തടസ്സം മാറിയ ഒരു കാര്യമാണ്. അതാണ് ഈ കാര്യം ഞാൻ ഇപ്പൊ പങ്കുവച്ചത്. EFT ടാപ്പിംഗ് ചെയ്യുന്നത് തന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇത് ദോഷമാണോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് EFT ടാപ്പിംഗ് ചെയ്യുന്നത്, അത് ദോഷകരമാവില്ലേ? ഞാൻ EFT ടാപ്പിങ്ങിന്റെ ഒരു അഫർമേഷന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് ഭയം ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് ഭയം ഉണ്ടെന്നിരിക്കലും ഞാൻ എന്നെ തന്നെ പരിപൂർണമായി സ്നേഹിച്ച് പരിപൂർണമായി അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു അക്സെപ്റ്റൻസ് ആണ്. അതായത് നമ്മൾ ആ പ്രശ്നത്തെ അക്സെപ്റ്റ് ചെയ്യും പൂർണ്ണമായും. നമ്മൾ എത്ര വലിയ പ്രശ്നമായാലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായും ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ലഭിക്കുന്നു. കാരണം നമ്മൾ അതിൽ ആങ്ഷ്യസ് അല്ല. അപ്പോൾ സ്വാഭാവികമായി തന്നെ അത് സോൾവ് ആയി പോകുന്നു. അതൊരു വശം. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, EFT ചെയ്യുന്നത് മെറിഡിയൻ പോയിന്റ്സിലാണ്, ശരീരത്തിലെ മെറിഡിയൻ പോയിന്റ്സ്, EFT ടാപ്പിംഗ് പോയിന്റ്സ്. ശരീരത്തിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം റിലാക്സ്ഡ് അവസ്ഥയിലോട്ട് വരുന്നു. ശരീരവും മനസ്സും റിലാക്സ്ഡ് അവസ്ഥയിലോട്ട് വരുന്നു. ഒരാളിന് റിലാക്സ്ഡ് സ്റ്റേറ്റിൽ തന്നെ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി അനുഭവിക്കാൻ സാധിക്കത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അയാൾ റിലാക്സ്ഡ് ആകുമ്പോൾ അയാൾ റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അയാൾക്ക് സ്ട്രെസ് അനുഭവിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിന് ഗുണകരമായ പരിവർത്തനമാണ് EFTയിലൂടെ സാധിക്കുന്നത്. അതായത് നെഗറ്റീവ് ഇമോഷൻസ് ന്യൂട്രലൈസ്ഡ് ആയി പോകും. നമുക്ക് വേണ്ട വിധത്തിൽ നമ്മുടെ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ EFTയിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യുന്നത് ഒരു വിധത്തിലും ദോഷകരമല്ല. EFT ടാപ്പിംഗ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് കാണിക്കാമോ? തീർച്ചയായിട്ടും. EFT ടാപ്പിംഗ് പോയിന്റ്സ് കുറച്ച് ടാപ്പിംഗ് പോയിന്റ്സ് ആണ് ബേസിക് സ്ട്രക്ചറിലുള്ളത്. അത് ഞാൻ പറയാം. ആദ്യത്തത് കരാട്ടെ ചോ പോയിന്റ് ആണ്. ഇവിടെ കരാട്ടെ ചോ പോയിന്റ്. അടുത്തത് ടോപ്പ് ഓഫ് ദ ഹെഡ് ഇവിടെ. അടുത്തത് ബിഗിനിങ് ഓഫ് ദ ഐബ്രോ ഇവിടെ. അടുത്തത് എൻഡ് ഓഫ് ദ ഐബ്രോ. അടുത്തത് അണ്ടർ ദ ഐസ് ഇവിടെ. അടുത്തത് അണ്ടർ ദ നോസ് ഇവിടെ. അടുത്തത് ഈ ചിന്നിൽ ഇവിടെ, ഈ ലിപ്സിന് ചിന്നിൽ ഈ ലിപ്പിന് താഴെ ഇവിടെ, ഈ കുഴി ഭാഗത്ത് ഇവിടെ. അടുത്തത് കോളർ ബോൺ പോയിന്റ് ആണ് ഇവിടെ. അടുത്തത് അണ്ടർ ദ ആം പിറ്റ് ഇവിടെ. അവസാനം നമുക്ക് കോളർ ബോണിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ടാപ്പിംഗ് അവസാനിപ്പിക്കാൻ പറ്റും. ഇതാണ് അതിന്റെ രീതി. EFTയിൽ ഉപയോഗിക്കുന്ന പ്രധാന ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? EFTയിൽ കുറച്ച് പ്രധാനപ്പെട്ട ടെക്നിക്സ് ഉണ്ട്. അതിൽ ഒന്നാണ് പേഴ്സണൽ പീസ് പ്രൊസീജിയർ. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ച് വരും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതൊരു പാറ്റേൺ ആയിട്ട് വരും. നമുക്ക് ഡെയിലി പീസ് പ്രൊസീജിയർ ഒരു 20 ദിവസം അല്ലെങ്കിൽ 40 ദിവസമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയും നമുക്ക് മാനസികവും ശാരീരികവും വൈകാരികവുമായ നല്ലൊരു സൗഖ്യം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ പ്രൊസീജിയർ, അപ്പോൾ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് പേഴ്സണൽ പീസ് പ്രൊസീജിയർ ആണ്. പിന്നെ രണ്ടാമത്തെ ടെക്നിക്ക് മൂവി ടെക്നിക്ക്. ഈ മൂവി ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത് എവിടാണെന്ന് പറയാം. നമ്മൾ അതും നേരത്തെ പറയുകയുണ്ടായി, ഇമോഷണൽ ട്രോമ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ട്രോമ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനസിക ആഘാതത്തിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി നമുക്ക് മൂവി ടെക്നിക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു ടെക്നിക്ക് ക്ലാരിറ്റി ടാപ്പിംഗ് ആണ്. അതായത് ഞാനായാലും താങ്കളായാലും ചില കാര്യങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ചില ശബ്ദങ്ങൾ, ചില ആൾക്കാർ നമ്മെ വഴക്ക് പറഞ്ഞത് നമ്മൾ ഒരു കാലത്തും മറക്കത്തില്ല. അത് നമ്മെ എപ്പോഴും അലോസരപ്പെടുത്തിയേക്കാം. അതുപോലെ തന്നെ ചില കാഴ്ചകൾ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു, അത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരികയും നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി ടാപ്പിംഗ് ഉപയോഗിക്കാൻ പറ്റും. ക്ലാരിറ്റി ടാപ്പിംഗ് ഉപയോഗിച്ച് നമുക്ക് വിഷമകരമായ സംഭവങ്ങളുടെ ഇമോഷണൽ ഇന്റൻസിറ്റിയെ ഇല്ലാതാക്കാൻ കഴിയും, ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ്: പേഴ്സണൽ പീസ് പ്രൊസീജിയർ, മൂവി ടെക്നിക്ക്, ക്ലാരിറ്റി ടാപ്പ്. ഇത് EFTയിലെ പ്രധാനപ്പെട്ട 3 ടെക്നിക്കുകളാണ്. ഇതിനൊരു പ്രവർത്തന തത്വം ഉണ്ടായിരിക്കുമല്ലോ, അതെന്താണ്? തീർച്ചയായിട്ടും EFTക്ക് ഒരു പ്രവർത്തന തത്വമുണ്ട്. EFT
ഉടലെടുത്തത് ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപ്രഷറിൽ നിന്നാണ്. ഉം. പരമ്പരാഗത ചൈനീസ് ചികിത്സാ രീതി അനുസരിച്ച് നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരു ഊർജ പ്രവാഹമുണ്ട്. ക്യൂ എനർജി എന്ന് ചൈനീസിൽ പറയും. വൈറ്റൽ ഫോഴ്സ്, ജീവോർജം. ഇതിന്റെ സുഗമമായ ഒഴുക്കാണ് നമ്മുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തിന്റെ കാരണം. അപ്പോൾ ഈ ക്യൂ എനർജി അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് ഒഴുകുന്നത് മെറിഡിയൻ പോയിന്റ്സിലൂടെയാണ്, ശരീരത്തിലെ മെറിഡിയൻ പോയിന്റ്സിലൂടെയാണ്. ഈ മെറിഡിയൻ പോയിന്റ്സിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ നമ്മുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. നമ്മൾ EFT ടാപ്പിംഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ മെറിഡിയൻ പോയിന്റ്സിലുള്ള ബ്ലോക്കുകൾ മാറുന്നു. അങ്ങനെ ക്യൂ എനർജി അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് സുഗമമായി നമ്മുടെ ശരീരത്തിൽ ആകെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയും നമുക്ക് മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യം ലഭിക്കുന്നു. അത് മാത്രമല്ല, സർവ്വതോന്മുഖമായ വികാസം നമുക്കുണ്ടാവുന്നു. ഇതാണ് EFTയുടെ പ്രവർത്തന തത്വം. EFT പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നൊരു മോഡാലിറ്റി ആണോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 8 മൊഡാലിറ്റീസ് പഠിച്ചിട്ടുള്ള ഒരാളാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഓൾട്ടർനേറ്റ് തെറാപ്പീസ്. EFTയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് തന്നെ അത് ഉപയോഗിക്കാനും പെട്ടെന്ന് റിസൾട്ടിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ 90% പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഉള്ള കാര്യങ്ങൾ EFTയിലൂടെ പഠിക്കാൻ സാധിക്കും. EFTയിലെ ഒരു ദിവസത്തെ ക്ലാസ് വച്ചിട്ട് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയുടെ പേര് പ്ലാറ്റ്ഫോം ഓഫ് പോസിറ്റിവിറ്റി എന്നാണ്. ഈ പ്ലാറ്റ്ഫോം ഓഫ് പോസിറ്റിവിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം EFTയുടെ ഏകദിന ശില്പശാലകൾ ട്രെയിനിങ് വെക്കാറുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ഏതൊരാളിനും വളരെ ലളിതമായി മനസ്സിലാക്കാനും ഇത് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ EFT കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം നമ്മുടെ പ്രോഗ്രാം എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു.